ശബരിമല സ്വർണ്ണ കവർച്ചയിൽ അസിസ്റ്റന്റ് എഞ്ചിനീയർ സുനിൽ കുമാറിന് സസ്പെൻഷൻ. ദേവസ്വം ബോർഡ് യോഗത്തിലാണ് ഈ നിർണായക തീരുമാനമുണ്ടായത്. സ്വർണം പതിപ്പിച്ചതാണെന്ന് അറിഞ്ഞിട്ടും ചെമ്പ് എന്നെഴുതി പോറ്റിക്ക് കൈമാറാൻ സുനിൽകുമാർ കൂട്ടുനിന്നുവെന്നാണ് കണ്ടെത്തൽ. അതേസമയം സ്വർണ്ണ കവർച്ചാ കേസിൽ പ്രത്യേക അന്വേഷണ സംഘം തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ആസ്ഥാനത്തെത്തി. വിവരങ്ങളുമായി പ്രശാന്ത് തന്നെ ചേരുകയാണ്. പ്രശാന്ത്, ഈ ഉദ്യോഗസ്ഥർക്കെതിരെയുള്ള നടപടി ശക്തമാക്കുന്നുണ്ട് ഒരു വഴിക്ക്. അപ്പോൾ ഇത് നൽകുന്നൊരു സൂചന എന്താണ്? ഇനി ആരെങ്കിലും ഏതെങ്കിലും രീതിയിൽ ഒരു പരാമർശം നടത്തിയാലോ അല്ലെങ്കിൽ എന്നൊരു ഭയം കൂടി ഇതിന് പിന്നിലുണ്ടോ എന്നൊരു ചോദ്യം കൂടിയുണ്ട്. ഉദ്യോഗസ്ഥരെ മാത്രം കേന്ദ്രീകരിച്ചാണ് ദേവസ്വം ബോർഡ് മുന്നോട്ട് പോകുന്നത്. ശ്യാം, ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയെടുക്കേണ്ട അവസ്ഥയിലേക്ക് ദേവസ്വം ബോർഡ് എത്തിയതാണ് ഇപ്പോൾ ഇത്തരത്തിൽ നടപടിയെടുക്കാൻ കാരണമായിട്ട് വന്നിരിക്കുന്നത്. കാരണം ദേവസ്വം വിജിലൻസിൻ്റെ അടക്കം റിപ്പോർട്ടുകൾ ഉദ്യോഗസ്ഥർക്കെതിരെയാണ്. കഴിഞ്ഞ ആ റിപ്പോർട്ടിൽ 10 പേർക്കെതിരെയാണ് 9 പേർക്കെതിരെയാണ് റിപ്പോർട്ടുണ്ടായിരുന്നത്. അതായത് ഈ 2019 കാലത്ത് സ്വർണം ചെമ്പാക്കിയതുമായി ബന്ധപ്പെട്ട പരാതിയും ആ വിഷയത്തിൽ 9 പേർക്കെതിരെ പരാതി ഉണ്ടായിരുന്നു, പരാമർശങ്ങളുണ്ടായിരുന്നു. അതിൽ 7 പേർ ഇന്ന് വിരമിച്ച ഉദ്യോഗസ്ഥരാണ്. നിലവിൽ 2 ഉദ്യോഗസ്ഥർ മാത്രമാണ് സർവീസിലുള്ളത്. അത് നേരത്തെ സസ്പെൻഡ് ചെയ്ത മുരാരി ബാബുവും ഇപ്പോൾ സസ്പെൻഡ് ചെയ്ത അസിസ്റ്റന്റ് എഞ്ചിനീയറായിട്ടുള്ള സുനിൽ കുമാറും. അതുകൊണ്ട് ഈ പരാമർശങ്ങൾ ഉണ്ടാകുകയും ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്ന് ഇത്തരത്തിൽ ദേവസ്വം ബോർഡിനെ തന്നെ പ്രതിരോധത്തിലാക്കുന്ന റിപ്പോർട്ടുകൾ വന്നതിന് പിന്നാലെ നടപടിയെടുക്കേണ്ട നിലയിലേക്ക് ദേവസ്വം ബോർഡ് എത്തിയതാണ്. അല്ലാതെ പരമാവധി സംരക്ഷിച്ച് നിർത്താൻ, അതായത് ദേവസ്വം ബോർഡ് തന്നെ സംരക്ഷിച്ച് നിർത്താൻ നേരത്തെ നമുക്കറിയാം ഈ ഉദ്യോഗസ്ഥരെ സംരക്ഷിച്ച് നിർത്താനൊരു സമീപനം ദേവസ്വം ബോർഡിൻ്റെ ഭാഗത്തുണ്ടായിരുന്നു. അത് ഈ പ്രസിഡന്റിൻ്റെ ഭാഗത്തുനിന്നടക്കം ഉണ്ടായിരുന്നു. ആദ്യകാല പ്രതികരണങ്ങളെല്ലാം അങ്ങനെ തന്നെയായിരുന്നു ദേവസ്വം ബോർഡ് പ്രസിഡന്റ്. കാരണം ഉദ്യോഗസ്ഥരുടെ ഭാഗത്ത് തെറ്റുകുറ്റങ്ങളൊന്നുമില്ല. ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ഭാഗത്തു നിന്നാണ് ഈ ക്രമക്കേടുകളും ഈ സ്വർണ്ണക്കൊള്ളയും എല്ലാം ഉണ്ടായത് എന്നതടക്കമുള്ള കാര്യങ്ങളാണ് ആദ്യകാലത്ത് പറഞ്ഞതെങ്കിൽ ഈ വിജിലൻസിൻ്റെ റിപ്പോർട്ട് വന്നതിന് പിന്നാലെയാണ് നടപടിയെടുക്കേണ്ട സാഹചര്യം ഉണ്ടാകുന്നത്. കഴിഞ്ഞ ചൊവ്വാഴ്ചയാണ് ഒരു ദേവസ്വം ബോർഡ് യോഗം ചേർന്നത്. ആ ദേവസ്വം ബോർഡ് യോഗത്തിലാണ് അന്നത്തെ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറായിരുന്നുള്ള മുരാരി ബാബുവിനെ സസ്പെൻഡ് ചെയ്യുന്ന നിലയിലേക്ക് എത്തിയത്, സസ്പെൻഷൻ ചെയ്തത്. അതിന് പിന്നാലെ വീണ്ടും ഈ ആഴ്ച ബോർഡ് യോഗം ചേർന്നപ്പോഴാണ് അസിസ്റ്റന്റ് എഞ്ചിനീയർ ആയിരുന്ന സുനിൽ കുമാർ, ആ കാലത്ത് അതായത് 2019 അസിസ്റ്റന്റ് എഞ്ചിനീയർ ആയിരുന്ന സുനിൽ കുമാറിനെ സസ്പെൻഡ് ചെയ്തത്. കാരണം എന്ന് പറയുന്നത് മുരാരി ബാബു ഒപ്പുവെച്ചപ്പോൾ, സ്വർണം ചെമ്പായ ആ ഫയലിൽ ഒപ്പുവെച്ചപ്പോൾ, മഹസറിൽ ഒപ്പുവെച്ചപ്പോൾ അതിന് ഒപ്പുവെച്ച സമയത്ത് മഹസറിൽ സഹായിയായി ഒപ്പുവെച്ച ആളാണ് ഈ പറയുന്ന സുനിൽ കുമാർ എന്ന് പറയുന്നത്. അതായത് അതിനെ ഈ ചെമ്പാണെന്ന് സമർത്ഥിച്ചുകൊണ്ട് ഒപ്പുവെച്ച ആളാണ് സുനിൽകുമാർ. അതുകൊണ്ടാണ് സുനിൽകുമാറിനെതിരെ കൂടി നടപടിയെടുക്കുന്നത്. അതും ഈ വിജിലൻസിൻ്റെ കണ്ടെത്തൽ വരികയും ഗുരുതരമായിട്ടുള്ള ക്രമക്കേടുകൾ ഈ ഉദ്യോഗസ്ഥരുടെ ഭാഗത്തും ഉണ്ടായി എന്ന റിപ്പോർട്ടുണ്ടായിരുന്നു. ആ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ നടപടിയെടുക്കേണ്ട സാഹചര്യത്തിലാണ് ദേവസ്വം ബോർഡ് എത്തി നിൽക്കുന്നത്. നമുക്കറിയാം ഉന്നത ഉദ്യോഗസ്ഥർക്കെതിരെയെല്ലാം ഈ വിജിലൻസിൻ്റെ റിപ്പോർട്ടിൽ പരാമർശങ്ങളുണ്ട്. ഇനിയും കൂടുതൽ ഉദ്യോഗസ്ഥരുണ്ടോ എന്ന് സംശയമുണ്ട്. മാത്രമല്ല രാഷ്ട്രീയ ബന്ധം ഇതിന് പിന്നിലുണ്ടോ എന്ന് സംശയിക്കുന്നുണ്ട്. അങ്ങനെ ഇരിക്കുന്ന സാഹചര്യത്തിൽ നിലവിൽ വേറെ നിവൃത്തിയില്ല ദേവസ്വം ബോർഡിൻ്റെ ഭാഗത്തുനിന്ന് വന്നതുകൊണ്ടാണ് ഈ യോഗത്തിൽ, അതായത് ഇന്ന് ചേർന്ന യോഗത്തിൽ ഇത്തരത്തിൽ നടപടിയെടുക്കേണ്ട സാഹചര്യം എത്തിയത്. ഇനി വിരമിച്ച 7 ഉദ്യോഗസ്ഥരുണ്ട്. വിരമിച്ച 7 ഉദ്യോഗസ്ഥർക്ക് ആ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയെടുക്കാൻ പറ്റാത്തൊരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ വിശദീകരണം ദേവസ്വം ബോർഡ് ആവശ്യപ്പെട്ടിട്ടുണ്ട് ഈ വിഷയത്തിൽ. അതായത് പ്രധാനപ്പെട്ട കാര്യം, ഉദ്യോഗസ്ഥരിൽ മാത്രം പഴിചാരിക്കൊണ്ട് ഇപ്പോൾ ശക്തമായി തന്നെ മുന്നോട്ട് പോകാം എന്നാണ് ബോർഡ് വിചാരിക്കുന്നത്. എന്തായാലും SIT സംഘം ബോർഡ് ആസ്ഥാനത്ത് എത്തിയിട്ടുണ്ട്. മുൻഗാമികൾക്ക് തെറ്റുപറ്റിയിട്ടുണ്ടെന്ന് തുറന്ന് സമ്മതിക്കുന്നു ബോർഡ് പ്രസിഡന്റ്.